ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എന്താണല്ലേ ചുണ്ടൊക്കെ എന്തോ വായിക്ക്. ഒരു സാധനം തന്നീനോ, ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട്. ചുണ്ടൊന്ന് ചുവന്ന് തൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഡ്രൈ ആന്നേരം ഒന്ന് പെരട്ടി നോക്കിയാലോ. പെണ്ണുങ്ങൾ ലിപ്സ്റ്റിക് ഇടും പോലെ. ഇവിടെ പോയത് ഇതാ, അത് ഏതൊരു പരിപാടിക്ക് കണ്ടാരം തന്നെയാ. നമ്മളിതൊന്നും ഉപയോഗിക്കില്ല എന്നുള്ള മൂപ്പർ കാരണോടാലോ. ഒരാൾ വിളിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ശക്തികുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. യാത്രകളാണ് മക്കളെ, ഇങ്ങനെ യാത്രകളാണ്. അതുകൊണ്ടാണ് നമ്മളെ ചാനലിൽ വീഡിയോ കാണാത്തത്. ഞാനിനി എൻ്റെ ഡേ മൈ ലൈഫ് ഇങ്ങനെ ഇടാം കേട്ടോ ഇന്ന് മുതൽ. ഓക്കെ, ശക്തികുളങ്ങര പള്ളി, ഇവിടെ സെൻറ്റ് ജോർജ് ചർച്ച. ഇത് ഇന്ന് ഞായറാഴ്ചയാണല്ലോ. ആ പള്ളിയിലേക്ക് നല്ലോണം ആളുകളുണ്ട് കേട്ടോ. പള്ളിയിൽ ആളുകൾ വന്ന് ആൻ്റണി, നമ്മളിവിടെ ഒരു പിന്നെ ഒരാളുടെ കല്യാണത്തിൻ്റെ ആവശ്യത്തെ വീഡിയോ എടുക്കാനാണ് പോകുന്നത് കേട്ടോ. അവർക്ക് നല്ലൊരു വധുവിനെ നമ്മൾ കണ്ടെത്തി കൊടുക്കണം. പള്ളിയിൽ പരിപാടിയും കുറവും ഇതൊക്കെ നടക്കുകയാണ് കേട്ടോ. വ്യത്യസ്തമായ സ്ഥലങ്ങൾ കാണാം. അതാണ് നമ്മളെ ഈ യാത്രേൻ്റെ ഒരു സുഖം എന്ന് പറയുന്നത്. ശക്തികുളങ്ങര. അപ്പോൾ നമ്മൾ ശക്തികുളങ്ങരയെന്ന് വീഡിയോ എടുത്ത് മടങ്ങാണ് ഗൈസ്. വണ്ടി അവിടെ വെച്ചതാട്ടോ. ഇവിടുന്ന് ഒരു പ്രത്യേക സാധനം കിട്ടിയിട്ട് ഞാൻ വണ്ടിയിലെത്തിയിട്ട് കാണിച്ചു തരാം. എനിക്ക് എന്താ കിട്ടിയത് എന്ന് കാണണോ നിങ്ങൾക്ക്? ആ വീട്ടിൽ പോയിട്ട് നൈസായിട്ട് കിട്ടിയ ഇത് കൽക്കണ്ടിയാണെന്നൊന്നും വിചാരിക്കണ്ട. ഇതാണ് മക്കളെ കുന്തിരിക്കം, പുകയ്ക്കുന്ന കുന്തിരിക്കം. കുന്തിരിക്കം എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ സിനിമയിലെല്ലാം കാണാം. കുന്തിരിക്കം പുകയ്ക്കുക എന്നെല്ലാം കേൾക്കലില്ലേ? കുറച്ച് കുന്തിരിക്കം പുകയ്ക്കുക എന്നൊക്കെ ഞാൻ ആദ്യമായിട്ട് കുന്തിരിക്കം കാണുന്നത്. അപ്പോൾ ആടെ ഇങ്ങനെ കുന്തിരിക്കം ഇങ്ങനെ ഉണ്ട്. ഇതെന്നതാ സാധനം എന്ന് വെച്ചപ്പോൾ ആൻ്റണി ചേട്ടൻ ഇങ്ങോട്ട് തന്ന് കൊണ്ടുപോയി പുകച്ചോ. കൊതുകൊന്നും വരികയല്ല, നല്ലതാ കുന്തിരിക്കം. അപ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന് പുകയ്ക്കണം ഇത് കൊണ്ടുപോയിട്ട്. കോഴിക്കോടൊക്കെ ഉണ്ടാ കുന്തിരിക്കോ? ഉണ്ടാവായിരിക്കില്ലേ ചിലപ്പോൾ. അപ്പോൾ ഇനി നമ്മൾ നേരെ അടുത്തത് വരുന്നത് കായംകുളത്താണ്. കായംകുളം കൊച്ചുണ്ണിയുടെ നാട്ടിൽ. കായംകുളം കൊച്ചുണ്ണി എന്നൊക്കെയുള്ള സീരിയലൊക്കെ കാണുമ്പോൾ കായംകുളം എന്നുള്ള സ്ഥലം എപ്പോഴെങ്കിലും ജീവിതത്തിൽ പോകാനാവുമോ എന്നൊക്കെ വിചാരിച്ചു. ഇപ്പോൾ നമ്മൾ കായംകുളത്ത് എത്ര കല്യാണം നടത്തിയെന്നറിയാം നിങ്ങൾക്ക്? 2 കല്യാണങ്ങൾ കായംകുളത്ത് നടത്തി. 2 ആണോ 3 ആണോ? 2 എൻ്റെ ഓർമ്മയിലുള്ളത്. അപ്പോൾ നമ്മളടുത്ത് കായംകുളം പോവാം. അവിടെ ഒരു ആളെ കാണാനുണ്ട് കല്യാണത്തിൻ്റെ വീഡിയോ എടുക്കാൻ. മൂപ്പര് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ ഈ തൊഴിൽ, അതായത് നമ്മൾ ഭിന്നശേഷി കല്യാണങ്ങളിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ നോർമലായിട്ടുള്ള ആൾക്കാരുടെയും കല്യാണങ്ങൾ ഇങ്ങനെ വീഡിയോപരമായിട്ട് നടത്തുക എന്നുള്ള രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. പല നാടുകളിലും ഇതേപോലെ ഇങ്ങനെ യാത്ര ചെയ്തിട്ട് അവരുടെ വീഡിയോ എടുത്ത് അത് ജനങ്ങൾക്ക് മുമ്പിൽ എത്തിച്ച് അവരുടെ കല്യാണം നടക്കുക. കല്യാണം നടന്നെന്ന് വിളിച്ച് പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. എൻ്റെ ഈ തൊഴിലൊരു വെറൈറ്റി തൊഴിലല്ലേ അല്ലേ? പിന്നെ അതുകൊണ്ടാണ് ഡെയിലി ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മളെ ഫാമിലി വ്ളോഗ് ഇടാൻ പറ്റാത്തത്. പല സ്ഥലത്തും പോകുമ്പോൾ ഇപ്പോൾ ചെറിയൊരു ഫീസൊക്കെ വാങ്ങിയിട്ടാണ് ഇങ്ങനെ പല സ്ഥലത്തും പോയി വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ. അല്ലാണ്ട് നമുക്ക് റെഡി ആവില്ല. കാരണം എക്സ്പെൻസ് ഉണ്ടല്ലോ, വണ്ടീൻ്റെ അടവ്, അത് ഇത് എന്നെല്ലാം മറ്റ് പെട്രോളും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെയാണ് പോകുന്നത്. എന്നാൽ നമുക്കിനി കായംകുളത്തേക്ക് പോകാൻ അടുത്ത വിശേഷം കാണാം. എന്തെങ്കിലും ഒന്ന് ഫുഡ് കഴിക്കട്ടെ. നമ്മളിവിടെ നല്ലൊരു ഹോട്ടൽ കാണുന്നുണ്ട്, അവിടെ ഒന്ന് കാര്യമൊക്കെ. അപ്പോൾ ഗൈസ്, മിന്നു ലൈനിലുണ്ട് കേട്ടോ. മിന്നോ, എന്നിട്ട് ഇനി കാണായിട്ട് എന്തോ ഒരു ഇടങ്ങാറ്, വല്ലാത്തൊരു വിഷമം. പിന്നെ ഞാനിപ്പോ ദോശ ഒന്നും അങ്ങ് ഇറങ്ങുന്നില്ല. മസാല ദോശയെല്ലാം വാങ്ങിയിട്ട് ഇങ്ങനെ അങ്ങനെ. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം നമ്മളെ എമിക്കുട്ടന്റെ ഒരു കളി. എന്നിട്ട് നമുക്ക് പറയാ ബാക്കി. ഇതാ ഉണ്ടോ, കാണുന്നുണ്ടോ ചാച്ചു എന്നൊക്കെ? അതാ ഫോൺ ഇത് കാണിച്ചു തരാം. മറ്റേ ക്യാമറ ആക്കട്ടെ, നോക്കിക്കോളെ. ഓളെ ഫോണിൽ ഓളെടുത്ത് അയച്ചതാ. ഫോണെടുത്ത് വന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഡോറങ്ങ് അടച്ചു എനിക്ക്. എന്നിട്ട് കൈമുട്ടും അല്ലേ? എന്നിട്ട് ഉഷാറായിക്ക് എന്തായാലും.
ഫോൺ എന്നിട്ട് എടുത്ത് കാണാണ്ട് പിന്നെ ആയിപ്പോയാൽ ഐസായി പോട്ടോ. നോക്കിക്കോ. അതാ ഞാൻ പറഞ്ഞ പിന്നെ ആടെ തന്നെ കൊണ്ടുവെക്കാം. ഫ്രീസറിലിട്ടാണ് വിചാരിച്ചു. ഫ്രീസർ ആ തായാന്നുള്ളവന് തിരിഞ്ഞിക്കില്ല. അത് തിരിയുന്നത് വരെ സേഫാ. അത് തിരിഞ്ഞാ തീർന്നു. എന്നാലേ ഞാന് വാങ്ങിക്കൊടുക്കുന്നു. എന്നാ പിന്നെ വിളിക്കാം. അപ്പൊ ഗൈസ് കായംകുളത്ത് ഇങ്ങനെ നിൽക്കുകയാണ്, അടുത്ത പോകേണ്ട സ്ഥലത്ത് ലക്ഷ്യമാക്കിക്കൊണ്ട്. വണ്ടി എടുക്കട്ടെ. എന്നാല് ചലോ തിരുവല്ല കേട്ടോ അടുത്ത പോകുന്ന പത്തനംതിട്ട. ഇപ്പൊ ചെങ്ങന്നൂർ എത്തിയവരാണ്. ഇവിടെ ഒന്നും ഹോട്ടലില്ലല്ലേ? നിങ്ങളുടെ പേരെന്താ? ഷാജി. ഹോട്ടൽ തപ്പി നോക്കി അവസാനം ഇവിടെ ഒരു കടയിൽ കയറിയതാ. ഉഴുന്നുവട. ഇത് ബോണ്ട അല്ലാലോ? ഇത് കായപ്പ. അത് ശരി. മോന്റെ പേരെന്താ? ആദം. ആ, വീഡിയോ എല്ലാം കാണാറുണ്ടല്ലോ നിങ്ങള്? ആ, സംസാരം ഇഷ്ടാന്നാ പറഞ്ഞ. കോഴിക്കോടൻ ഭാഷയായോണ്ടാ? കോഴിക്കോട് ഭാഷ നല്ല രസമാണ്. ചെങ്ങന്നൂരല്ലേ ഇത്? ഇത് പുത്തൻകാവ്. ചെങ്ങന്നൂർ കഴിഞ്ഞ് പുത്തൻകാവ്. അതെ, ചെങ്ങന്നൂർ ഒരാൾ അറിയുന്നുണ്ട്. നല്ല സന്തോഷം കേട്ടോ. ഇതാണ് പുള്ളിയുടെ കട. ചോറ് നിൽക്കില്ല എന്നിട്ട്, അതിന് പകരമായി കായപ്പവും ചായ കുടിച്ച് കഴിഞ്ഞിട്ട് അടുത്ത ചായയും കൂടിയും പറഞ്ഞു കേട്ടോ. ഇവിടുത്തെ ചായക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. പറയണോ? പറ. ഇവിടുത്തെ ചായക്കകത്ത് പാലിനകത്ത് വെള്ളം ഒഴിക്കത്തില്ല. വെള്ളം ഒഴിക്കാതാണ് ചായ എടുക്കുന്നത്. അതുകൊണ്ടാണ് ആ രുചി. നല്ല പാലും വെള്ളം എപ്പോഴും നല്ല തിളച്ച് നല്ല ചൂടോട് കിടക്കും. അപ്പം ചായ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. സംഭവം നമ്മളിതൊന്നും അറിയാണ്ട് വന്ന് കാര്യം അതാണ് കേട്ടോ. പക്ഷെ എന്തായാലും വീഡിയോ കാണാൻ നിൽക്കാനേ കണ്ട് അടിപൊളി ചായ കിട്ടും. ഗൈസ് മാരക തിരക്കുള്ള കടയാട്ടോ. നമ്മൾ വന്ന് ഇത്ര വണ്ടികൾ അവിടെ എല്ലാം നിർത്തി അവിടെ ചായ കുടിക്കാൻ ഇറങ്ങിയേ. നമ്മൾ എന്തോ റാൻഡായിട്ട് അങ്ങ് നിർത്തിയതാ. ഇതൊന്ന് വളച്ചിട്ട് പറയാ ബാക്കി. എന്താ പറയണ്ടേ അല്ലേ? ഈ സംസ്ഥാനത്ത് ഏറ്റവും നല്ല ചായ കിട്ടുന്നതെന്ന് വേണേൽ പറയാം. ഏത് ലെവല് ചായയാ? പൊളിച്ചായകളാണ് കേട്ടോ. എന്ത് പറഞ്ഞാലും അടിപൊളി ചായ. നമ്മൾ വീഡിയോ കാണാൻ നിൽക്കാൻ്റെ കട നല്ല രീതിയിൽ മുമ്പോട്ട് പോട്ടെ. ഓക്കെ, വ്യത്യസ്തമായ ആൾക്കാർ. എന്തായാലും ഇവിടെ ഒരാളെ പിന്നെ പരിചയമുണ്ട് എന്ന് പറയുന്ന ഒരു സന്തോഷമുള്ള കാര്യം തന്നെ കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ ഏറ്റുമാനൂരുള്ള കോട്ടയം ജില്ലയിൽ കോഴിക്കോടുകാർക്ക് അഭിമാനിക്കാം കേട്ടോ. കാലിക്കറ്റ് കഫേ എന്ന് പറഞ്ഞിട്ടത് ഒരു ഹോട്ടൽ. പഴിച്ച് കണ്ണ് കാണുന്നില്ല മക്കളെ. അടക്കാരി എന്താ തിന്നട്ടെ.